ഇത് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് പുളിയെടുത്തേക്കണ ഉരുളക്കിഴങ്ങും പിന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരുപാട് മസാലയൊന്നും ചേർക്കണില്ല. മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെഷീൻ കപ്പിലാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml കപ്പുണ്ടല്ലോ, അതിനകത്ത് ഒരു കപ്പ് എടുക്കുക. അതിനകത്ത് ഒരു കപ്പും ഇതേപോലത്തെ ഈ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു കപ്പും സെയിമാണ്. ഈ പച്ചരി ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഞാനിവിടെ 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്തായാലും പച്ചരി ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മണിക്കൂർ കുതിർത്തിയാൽ മതിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 2 മണിക്കൂർ കുതിർത്തിയിട്ടുണ്ടെങ്കിൽ അരി സോഫ്റ്റായിട്ട് വരില്ല എന്ന്. പക്ഷേ അരിയൊന്നും അങ്ങനെ ഒരുപാട് നേരം ഇട്ടിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. 2 മണിക്കൂറിനുള്ള അരി നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഇതേപോലെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു 5 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊണ്ടൊന്നും കളഞ്ഞിട്ട് എടുക്കണം. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ കൂട്ടിയിട്ട് ഇങ്ങനെ പുഴുങ്ങി വെക്കരുത്. കാരണം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് അത്രയ്ക്കാണ്ട് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സാധനം ഇതേപോലെ നമ്മളിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേക്ക് ആയിരുന്നാലും ഉരുളക്കിഴങ്ങിന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇളം ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴായിരിക്കും ആ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ കൂടെ കൊണ്ട് മിക്സ് ആവുക. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറച്ചുകൊണ്ട് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് അങ്ങനെ പുഴുങ്ങി വെക്കണ്ട. പിന്നെ ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പും ചേർക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനകത്തേക്ക് ഗരം മസാല ചേർത്തോട്ടെ, സവോള ചേർത്തോട്ടെ, ഇഞ്ചിയൊക്കെ ചേർത്തോട്ടെ എന്ന്. പക്ഷേ അതൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റാണ് ഇതിന് നല്ലത്. ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവും. കാരണം നമ്മളെല്ലാ സാധനവും അങ്ങനെയുള്ള ഉണ്ടാക്കുക, ഗരം മസാല എല്ലാം ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുക. പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ചേർക്കാം. അരി കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ ഞാൻ ഇതിനും മുമ്പത്തെ വീഡിയോയിലേക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കേണ്ട. കാരണം ആ കുതിർത്തി വെച്ചേക്കണ വെള്ളത്തിൽ തന്നെ അരച്ചിട്ട് എടുക്കുക. വെള്ളം എങ്ങാനും കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ വെള്ളം മാത്രം അങ്ങോട്ട് കളഞ്ഞാൽ മതി. ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് അങ്ങനെ തിക്കായിട്ട് അങ്ങനെ അരച്ചെടുക്കണ ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കും. അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പച്ചരി മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കാണ്ട് അറിയില്ല. ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ അരച്ചെടുക്കുക. ഭയങ്കര തിക്കായിട്ട് അങ്ങനെ ഭയങ്കര തിക്ക് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട. എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ വേണ്ട. ഇനി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു പാനിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ല ഒരു ഡ്രൈ പോലെ ആക്കിയിട്ട് എടുക്കും. ഇനി അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നല്ല കട്ട പോലെ എടുക്കും. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ ഈ അരിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ചേർക്കാം. ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് നല്ല ഡ്രൈ ആക്കിയിട്ട് നല്ലൊരു അപ്പം പോലെ ഇങ്ങനെ എടുക്കണം. തീ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കൂട്ടി വയ്ക്കണ്ട. പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പോൾ അങ്ങോട്ട് അടിയിൽ പിടിക്കും. നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെ വരണം. പെട്ടെന്ന് ആവും ഇത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തീ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കൂട്ടി വയ്ക്കണ്ട. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ഈ അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊരു ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഉരുളക്കിഴങ്ങും ഈ അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവണം.
ഇതൊട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുക. ഇച്ചിരി സമയം എടുക്കും ഇതെല്ലാം കൂടിയിട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അത് 4 ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ളൂ. കാരണം ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓയിലിടുന്ന സമയത്ത് ഇതാകെ അങ്ങോട്ട് പൊട്ടിപ്പോവും. കാരണം ഉരുളക്കിഴങ്ങ് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു 4 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഒട്ടും തരിയില്ലാണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ആയിരുന്നാലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ആവില്ല. പിന്നെ അരിപ്പൊടി ആയിരുന്നാലും ഒരുപാട് നേരം ഇട്ടിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അരിപ്പൊടി ആയിരുന്നാലും ഭയങ്കര കട്ട പോലെ ഇരിക്കും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം 5 ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. 4 ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. 5 ചേർത്താണെങ്കിൽ കുറച്ച് കൂടുതലാവും. കാരണം ഉരുളക്കിഴങ്ങ് അതിന് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് അതങ്ങോട്ട് വിട്ട് പോകും. കാരണം ഉരുളക്കിഴങ്ങ് ഭയങ്കര സോഫ്റ്റായിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ 5 ഉരുളക്കിഴങ്ങ് ചേർക്കണ്ട, 4 ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. അപ്പോൾ എന്തായാലും കുരുമുളകിൻ്റെ പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നലുണ്ടാകും അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്താലൊന്ന്. ഗരം മസാല ചേർക്കണ്ട, അപ്പോൾ അതിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്ത് സാധനവും നമ്മൾ കുഴച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ ഒരുപാട് ഒട്ടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഒന്ന് കഴുകി കൊടുക്കുക. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്യുമ്പോൾ അത്രയും കണ്ട് പിടിക്കില്ല, നമുക്കൊന്ന് നല്ലൊരു ഫ്രഷായ പോലെ തോന്നും. നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് റെഡിയാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറിയ ഉരുളയാക്കിയിട്ട് ഉരുട്ടിയിട്ട് പതുക്കെ ഒന്ന് പരത്തിയിട്ട് എടുക്കണം. അത് കയ്യിൽ വെച്ച് തന്നെ ചെയ്യാം. ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടണ സമയത്ത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഇതാണ് ഒട്ടി പിടിക്കില്ല. ഇതേപോലെ ഇങ്ങനെ ചെറിയ ബോളാക്കുക. കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തുക. ഇത് നല്ല കനം കുറച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, കുറച്ച് കനത്തിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ മക്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു കനം കുറഞ്ഞതാണോ കനം ഉള്ളതാണോ ടേസ്റ്റ് എന്ന് പറഞ്ഞു. ഇതേപോലെ ഇങ്ങനെ കുറച്ച് കനത്തിലിരിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഈ കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടാവുക. അല്ലെങ്കിൽ വെറുതെ കഴിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് കനം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്താം, കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്തിയിട്ട് ഇത് ഫസ്റ്റാണ് പരത്തി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയാൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാവരും ഇതേപോലെ തന്നെ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് കൈ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അത് കൈ മുട്ടി പിടിക്കില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് കനം കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്താം. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഇത് വറുത്തിട്ട് എടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് ചേർക്കാം. ഞാനിവിടെ തീ കുറച്ച് വെച്ചിട്ടില്ല, തീ നന്നായിട്ട് കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പരിപ്പൊടി ആയിരുന്നാലും നമ്മളൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വെന്തതാണല്ലോ. തീ അങ്ങനെ കുറച്ച് വെക്കണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിങ്ങനെ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റാം.
നമ്മളിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് വറുക്കുന്നത്. എന്നാലും ഇതിനകത്ത് ഓയിലൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. കാരണം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലൊന്നും കുടിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഈ മിയ കിച്ചൻ സ്ഥിരമായിട്ട് കാണുന്ന അവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഞാൻ ഏറ്റവും ആദ്യം പറയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചിട്ട് എനിക്ക് 2-3 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന്. അത് ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഗോതമ്പുണ്ടയുടെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 2-3 പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഗോതമ്പുണ്ടയുടെ ഒരു റെസിപ്പി വേറെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിയ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു കമൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ പേര് എനിക്ക് അനുകൂലിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിയ കിച്ചൻ കോപ്പി അടിച്ചതാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കമൻസ് കണ്ടത്. കമൻസ് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കമൻസ് ഞാനെല്ലാം കളഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ അതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ പല ആൾക്കാരും പല കമൻസുകൾ ഇട്ടുണ്ട്, അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് കളഞ്ഞു. നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചു. ഏറ്റവും അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും നിങ്ങൾക്കത് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ആ റെസിപ്പി ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വേറൊരു ചാനലിൽ ഞാൻ ആ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇങ്ങനെയല്ല പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് കാര്യമായിട്ട് തന്നെ പറയുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ റെസിപ്പി എനിക്ക് കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്തപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോള് ഇതേപോലെ ഇങ്ങനെ ഗോതമ്പിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ദിവസം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഈ ചേച്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ ചേച്ചിയല്ല ഈ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചേച്ചിയോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവരുണ്ടാക്കിയത് മുഴുവനായിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം അവർ ശർക്കര വിളയിച്ചിട്ട് അതിനകത്തേക്ക് ഈ മിക്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ആ ടേസ്റ്റ് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് അവർ ഇത് പഞ്ചസാര പനിയാക്കിയിട്ട് അതിനകത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞയുടെ മൂത്ത ചേച്ചിയുടെ മോൻ ഈ മമ്മിയുടെ ചേച്ചിയുടെ മോളുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനും കൊടുത്തപ്പോൾ അവനും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ ഐഡിയയിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഈ മുഴുവനായിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള ഗോതമ്പിന് നിങ്ങൾക്ക് അറിയാലോ, അങ്ങനത്തെ ഗോതമ്പിന് സ്റ്റാർച്ച് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മുഴുവനായിട്ടുള്ള ഗോതമ്പ് നമ്മൾ പൊടിച്ചിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നുറുക്ക് ഗോതമ്പിന് അത്രയ്ക്കാണ്ട് സ്റ്റാർച്ച് ഉണ്ടാവില്ല. പക്ഷെ അത് വറുത്ത് കഴിഞ്ഞാലും മുഴുവനായിട്ടുള്ള ഗോതമ്പിൻ്റെ ഒരു കുത്തുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയേക്കണ പോലെ തന്നെ ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ട് ശർക്കര പാനിയൊന്നും ആക്കാണ്ട് തന്നെ ശർക്കര ചീകിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് നല്ല ഇഷ്ടമായി. അപ്പോൾ പല റെസിപ്പികളും ഞാൻ അങ്ങനെ മിക്ക റെസിപ്പികളും ഞാനങ്ങനെ പറയാറില്ല, അത് എൻ്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണെന്നുള്ളത്. ഞാൻ അങ്ങനെ ആണെങ്കിലും ഞാൻ പറയാറില്ല. കാരണം ഇന്നലെ ഉണ്ടാക്കിയിരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ എടുത്തും പറയുന്നുണ്ടായിരുന്നു, ഇത് എൻ്റെ ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ റെസിപ്പി ഞാൻ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സൈറ്റിൽ പോയി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരുന്നത്, മുഴുവനായിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എന്താണ് അതിന് ഉത്തരം പറയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ചിലതൊക്കെ മിക്കവാറും അങ്ങനെ യൂട്യൂബിൽ പക്ഷേ വീഡിയോ തുടങ്ങിയിട്ട് എനിക്കങ്ങനെ അത്രയ്ക്ക് തലവേദന പിടിച്ച കുഴപ്പങ്ങളൊന്നും വരാറില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും പിന്നെ അങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ പോകും. കാരണം അതിൻ്റെ പിന്നാലെ നമ്മളങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ എൻ്റെ റെസിപ്പികൾ എല്ലാ റെസിപ്പികളും ഞാൻ എൻ്റെ ഐഡിയയിൽ തന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റെസിപ്പികൾ തന്നെയാണ് എൻ്റെ റെസിപ്പികൾ. കാരണം എനിക്ക് കുക്കിങ്ങിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ റെസിപ്പി ആയിരുന്നാലും ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ വേറെ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല.
അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പല സ്ഥലത്തു നിന്നുണ്ടാവും. ഇപ്പോൾ ഓരോ പ്രശ്നവും വേണ്ടാന്ന് വെച്ചിട്ട് വെറുതെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഉരുളക്കിഴങ്ങെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ 4 ചേർത്തത്. ഒരു 4 ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 4.5 എണ്ണൊക്കെ ചേർക്കുക. കാരണം അരിപ്പൊടി ഒരുപാട് അങ്ങോട്ട് കൂടണ്ട. അതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് നിൽക്കേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് ശരിക്കും നമ്മൾ ഈ മാക്ഡൊണാൾഡിൽ പോയിട്ട് ഇത് കഴിക്കില്ലേ, ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു സെയിം ടേസ്റ്റ് ആയിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കെച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കാനായിരുന്നാലും നല്ല ഇഷ്ടമുണ്ടാവും. അല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.